ഹലോ എവ്രി വൺ, നമ്മളൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ന്യൂസിലൻഡിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് നമുക്ക് ഈ രണ്ട് ഐലൻഡിലോ ആയിട്ട് ന്യൂസിലൻഡിലുള്ളത്, അതിൻ്റെ ഇൻടേക്ക് എങ്ങനെയൊക്കെയാണ്, സ്റ്റേ ബാക്ക് പീരീഡ് എങ്ങനെയാണ്, ആൻഡ് വിസ പ്രോസസ്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അതിൻ്റെ പ്രോസസ്സിങ് ടൈം എത്രത്തോളം എടുക്കും, ഈ കോഴ്സുകളെല്ലാം പഠിച്ച് ഇത്രയും എമൗണ്ടും മുടക്കി നമ്മൾ ന്യൂസിലൻഡിൽ വന്നിട്ട് നമുക്ക് PR കിട്ടാൻ ചാൻസ് ഉണ്ടോ, ഇതിൻ്റെയൊക്കെ ഒരു നമുക്കറിയാവുന്ന രീതിയിൽ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഇന്നത്തെ വീഡിയോ കവർ ചെയ്തേക്കുന്നത്. സോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ടീം തറവാടി. ന്യൂസിലൻഡിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റീസ്, സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ആൻഡ് പോളിടെക്നിക്, മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്രൈവറ്റ് ടെറിട്ടറി ആൻഡ് ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇതിൽ യൂണിവേഴ്സിറ്റിനെ പറ്റിയാണ് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നിന്നും സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഈ യൂണിവേഴ്സിറ്റി ബേസിലായിരിക്കും. സോ ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ന്യൂസിലൻഡിൽ കണ്ടുവരുന്നത്. ഇനി ന്യൂസിലൻഡിൻ്റെ ലെവൽ ഓഫ് എഡ്യൂക്കേഷനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു സാധനമാണ് NCQF എന്ന് പറയുന്നത്. സോ NCQF എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അതൊരു ഫ്രെയിം വർക്കാണ്, ന്യൂസിലൻഡ് ക്വാളിഫിക്കേഷൻ ഫ്രെയിം വർക്ക്. സോ എല്ലാ യൂണിവേഴ്സിറ്റീസും അവരുടെ കാര്യങ്ങളെല്ലാം, അവരുടെ കോഴ്സും അത് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അപ്രൂവ് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് NZQF എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ന്യൂസിലൻഡിൻ്റെ എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് 1 to 10 ആണ്. സോ അത് ലെവൽ 1 തുടങ്ങി ലെവൽ 10 വരെയുള്ള കോഴ്സുകളാണ് ന്യൂസിലൻഡിൽ ഉള്ളത്. സോ ലെവൽ 1 to 4 എന്ന് പറയുന്നത് നമുക്ക് സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു സെക്കൻഡറി സ്കൂൾ ലെവൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത ലെവൽ എന്ന് പറയുന്നത് ലെവൽ 5 and 6 ആണ്. ലെവൽ 5 and 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിപ്ലോമ കോഴ്സുകളാണ്. സോ ന്യൂസിലൻഡിൽ നമ്മളൊരു ഡിപ്ലോമ കോഴ്സാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് ലെവൽ 5 അല്ലെങ്കിൽ ലെവൽ 6ൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഇസ് ലെവൽ 7. ലെവൽ 7 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാച്ചിലർ ഡിഗ്രി, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആൻഡ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ. ഈ 3 കാറ്റഗറീസാണ് ലെവൽ 7ൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ലെവൽ 8 എന്ന് പറയുന്നത് ബാച്ചിലർ ഹോണർ ഡിഗ്രിയാണ്. അതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റുമാണ്. അടുത്തത് ലെവൽ 9. ലെവൽ 9ൽ നമ്മൾ മാസ്റ്റേഴ്സ് എല്ലാം തന്നെ ലെവൽ 9 കോഴ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. ലാസ്റ്റ് വണ്ണാണ് ലെവൽ 10 കോഴ്സ്. ലെവൽ 10ൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡോക്ടറൽ ഡിഗ്രീസ്, അതായത് ഒരാൾ PhD ചെയ്യുകയാണെങ്കിൽ PhD റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും ലെവൽ 10ലാണ് കവർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂസിലൻഡിൻ്റെ 10 ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൂടുതൽ പറയാൻ പോകുന്നത് ന്യൂസിലൻഡിൻ്റെ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയാണ്. സോ നിങ്ങൾക്കറിയാവുന്ന പോലെ നോർത്ത് ഐലൻഡ്, സൗത്ത് ഐലൻഡ്, ഈ 2 ഐലൻഡുകളും കൂടി ചേർന്നിട്ടാണ് ന്യൂസിലൻഡ് ഉള്ളത്. സോ ഈ ചെറിയ ഒരു ന്യൂസിലൻഡിൽ നമുക്ക് ആകെ 8 പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ് ഉള്ളത്. സോ എല്ലാ യൂണിവേഴ്സിറ്റീസും വേൾഡ് ഫേമസ് ആണ് അതിൻ്റെ റാങ്കിങ്ങിൻ്റെ ബേസിൽ. സോ നമ്മൾ പറഞ്ഞ ആ 8 യൂണിവേഴ്സിറ്റീസിൻ്റെ പേരാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോ, ന്യൂസിലൻഡിലെ തന്നെ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയാണിത്. സൗത്ത് ഐലൻഡിനാണുള്ളത്. ഹെൽത്ത് സയൻസ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് ലോ റിലേറ്റഡ് കോഴ്സുകളാണ് ഇവർ കൂടുതലും ഓഫർ ചെയ്യുന്നത്. അടുത്തത് ദി യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ്, ന്യൂസിലൻഡിലെ തന്നെ ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റിയാണിത്. വളരെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സുകളാണ് ഈ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് AUT, ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി. ഇവർ കൂടുതലും ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് കാൻറ്റർബറി. ഇത് ന്യൂസിലൻഡിലെ സൗത്ത് ഐലൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത്. എഞ്ചിനീയറിംഗ് ആൻഡ് അപ്ലൈഡ് സയൻസ് റിലേറ്റഡ് കോഴ്സുകളാണ് ഇവർ സ്റ്റുഡൻസിന് കൂടുതലും ഓഫർ ചെയ്യുന്നത്. അടുത്തത് ലിങ്കൻ യൂണിവേഴ്സിറ്റി. അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, എൻവിയോൺമെൻറ്റൽ സയൻസ് റിലേറ്റഡ് കോഴ്സുകളാണ് ഇവർ കൂടുതലും സ്റ്റുഡൻസിന് ഓഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് മാസി യൂണിവേഴ്സിറ്റി. ഇവർക്ക് 3 ക്യാമ്പസാണ് ന്യൂസിലൻഡിൽ മൊത്തം ഉള്ളത്. ആർട്ട്,
അഗ്രികൾച്ചർ, വെറ്റിനറി സയൻസ്, ഏവിയേഷൻ റിലേറ്റഡ് കോഴ്സുകളാണ് ഇവർ കൂടുതലും സ്റ്റുഡൻസിന് ഓഫർ ചെയ്യുന്നത്. അടുത്തത് വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഓഫ് വെല്ലിംഗ്ടൺ. ന്യൂസിലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ വെല്ലിംഗ്ടണിലാണ് ഈ യൂണിവേഴ്സിറ്റി ഉള്ളത്. ഹ്യൂമാനിറ്റീസ്, ലോ, സോഷ്യൽ സയൻസ് റിലേറ്റഡ് കോഴ്സുകൾക്കാണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എ വെൽ ഹബ് ഫോർ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ്. ഫൈനലി യൂണിവേഴ്സിറ്റി ഓഫ് വൈക്കാട്ടോ. ബിസിനസ്, ലോ, കമ്പ്യൂട്ടർ സയൻസ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് കോഴ്സുകളാണ് യൂണിവേഴ്സിറ്റി ഓഫ് വൈക്കാട്ടോ കൂടുതൽ ഓഫർ ചെയ്യുന്നത്. നോർമലി യൂണിവേഴ്സിറ്റീസ് എല്ലാം 2 മേജർ ഇൻടേക്കുകളാണ് ഉള്ളത്. ഫസ്റ്റ് ഫെബ്രുവരി ഇൻടേക്കും സെക്കൻഡ് ഇൻടേക്ക് എന്ന് പറയുന്നത് ജൂലൈ മന്തിലും ആയിരിക്കും. സോ എല്ലാ വർഷവും ഫെബ്രുവരി ആൻഡ് ജൂലൈയിലാണ് ന്യൂസിലൻഡിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും മേജർ ഇൻടേക്ക് നടക്കുന്നത്. സെയിം ടൈം നവംബർ ഇൻടേക്ക് കൂടെ നമുക്കുണ്ട്. സോ ചില യൂണിവേഴ്സിറ്റീസ് ചില കോഴ്സുകൾക്ക് നവംബർ ഇൻടേക്കും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ന്യൂസിലൻഡിൽ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ വളരെ കൂടുതലല്ലേന്ന്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ അത്യാവശ്യം കൂടുതലാണ്. മറ്റു കൺട്രികളെ വെച്ച് നോക്കുമ്പോൾ ന്യൂസിലൻഡിൻ്റെ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മിനിമം 20 to മാക്സിമം 40 lakh, ഇൻ ബിറ്റ്വീൻ 20 to 40 lakhs ഉള്ളിലാണ് ഒരു സ്റ്റുഡൻറ്റിന് വരിക. 1 year മാസ്റ്റർ ഡിഗ്രി ആണെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. 1.5 year മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിൽ അതനുസരിച്ചും വ്യത്യാസം ഉണ്ടാകും. സോ കോസ്റ്റ് ഫീ നോർമലി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു 20 ലക്ഷം തുടങ്ങി 40 ലക്ഷം വരെ അതിൻ്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. നമ്മൾ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു സ്കോളർഷിപ്പ് കിട്ടിയത് ഒരു ഫാക്ടറാണ് ന്യൂസിലൻഡ് ചൂസ് ചെയ്യാനായിട്ടെന്ന്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കോളർഷിപ്പിൻ്റെ കാര്യമാണ്. സോ ഓൾമോസ്റ്റ് 8 പബ്ലിക് യൂണിവേഴ്സിറ്റീസും വളരെ വെറൈറ്റി ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ അവരുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. സോ ആ സ്കോളർഷിപ്പുകളെല്ലാം ഒരു $5,000 ടു ഒരു $10,000 ഉള്ളിലാണ് ഇരിക്കുന്നത്. എന്നാൽ ചില യൂണിവേഴ്സിറ്റീസ് 100% സ്കോളർഷിപ്പോട് കൂടി PhD പ്രോഗ്രാംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്റ്റുഡൻറ്റും നമ്മൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ തന്നെ സ്കോളർഷിപ്പിനും അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം ഈ സ്കോളർഷിപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കുറച്ച് ഇവിടെ വരുമ്പോൾ ന്യൂസിലൻഡിൽ വരുമ്പോൾ 1-2 മാസത്തെ ലിവിങ് എക്സ്പെൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എപ്പോഴും ഉപകാരപ്രദമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് കിട്ടിയ സ്കോളർഷിപ്പ് ഇവിടെ വന്നതിന് ശേഷം 1-2-3 മാസത്തെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോർമൽ ആകുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടും ഉപകാരപ്പെട്ടായിരുന്നു. സോ സ്കോളർഷിപ്പ് എപ്പോഴും കിട്ടുന്നു പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സ്കോളർഷിപ്പും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് വൈക്കാട്ടോ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ മറ്റു യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, വൈസ് ചാൻസലർ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്കോളർഷിപ്പാണ്. സോ യൂണിവേഴ്സിറ്റി ഓഫ് വൈക്കാട്ടോ വൈസ് ചാൻസലർ സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് ഫ്രം ഇന്ത്യ എന്ന രീതിയിൽ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതിന് ഓൾമോസ്റ്റ് എല്ലാവരും എലിജിബിൾ ആണ്. നമുക്ക് ഇത്ര പെർസെൻറ്റേജ് ഒരു മാർക്കും നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെയും നമ്മുടെ ഓവറോൾ അക്കാദമിക്കിൻ്റെയും ബേസിലായിരിക്കണം ഈ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഏജൻസിയുടെ കൂടെയാണ് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് നമ്മൾ പറയണം നമുക്ക് സ്കോളർഷിപ്പ് എടുക്കുവാനായിട്ട് താല്പര്യമുണ്ട്. സോ അതുകൊണ്ട് എന്താണ് അതിൻ്റെ പ്രൊസീജിയർ, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലും അപ്ലൈ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് ലിസ്റ്റ് ഓഫ് സ്കോളർഷിപ്പ് കാണിക്കും. അതിൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള നമ്മുടെ കോഴ്സിന്, നമ്മുടെ കൺട്രി അല്ലെങ്കിൽ നമ്മുടെ ടെറിട്ടറിക്ക് മാച്ച് ആയിട്ടുള്ള സ്കോളർഷിപ്പ് ഓപ്റ്റ് ചെയ്യാനും അത് അപ്ലൈ ചെയ്യാനും ശ്രമിക്കാൻ മറന്നു പോകരുത്. ഇനി എപ്പോഴും ന്യൂസിലൻഡ് സ്റ്റഡി നോക്കുന്ന ടൈമിൽ കേൾക്കുന്ന ഒരു ടേമാണ് FTS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സ് ഫീഡ് അഡീഷണൽ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. സോ നമ്മൾ നാട്ടിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് പഠിക്കാൻ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ജീവിച്ചു പോകാനുള്ള ഒരു പ്രാപ്തിയുണ്ട്, ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിളാണ്, നമുക്ക് ഇവിടെ ലിവ് ചെയ്യാനായിട്ട് കുറച്ച് കോസ്റ്റ് നാട്ടിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് വരുന്നതിന് മുൻപ് ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു വർഷത്തെ കോഴ്സ് ആണെങ്കിൽ അത് ഏകദേശം ഒരു 10 lakh ഇന്ത്യൻ റുപ്പി 10 lakh റുപ്പിയുടെ അടുത്താണ് നമ്മൾ കാണിക്കേണ്ടത്.
1.5 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ അതനുസരിച്ച് മാറും. ചിലപ്പോൾ അതൊരു 15 lakh ഒക്കെ നമ്മൾ കാണിക്കേണ്ടി വരും. ഇത് ഡിപ്പെൻഡ് ഓൺ സിറ്റിയാണ്. ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് ആ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ലിവിങ് കോസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ ഓൾമോസ്റ്റ് ഒരു 8 lakh to 10 lakhന്റെ ഉള്ളിലാണ് 1 ഇയറിന്റെ ലിവിങ് കോസ്റ്റ് നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരുന്നത്. ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിവിങ് എക്സ്പെൻസ് എല്ലാ സ്റ്റുഡൻസിനും ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട വരത്തില്ല. വിസ ഫയൽ ചെയ്തതിന് ശേഷം നമുക്കൊരു AIP അപ്രൂവൽ ഇൻ പ്രിൻസിപ്പൽ അങ്ങനെ ഒരു സാധനം ന്യൂസിലൻഡ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും വിസ വരുന്നതിന് മുൻപ്. അതിൽ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. അതിലൊരു കണ്ടീഷനായിരിക്കണം നമ്മുടെ കോഴ്സ് ഫീ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയണത്. സെക്കൻഡ് കണ്ടീഷനായിട്ട് ചില സ്റ്റുഡൻസിന് അവർ കൊടുക്കാറുണ്ട് FTS ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. ഇപ്പം എൻ്റെ കേസിൽ എനിക്ക് FTS ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഗവൺമെൻറ് പറഞ്ഞിരുന്നു. ആ ടൈമിൽ ഞാൻ വിചാരിച്ചിരുന്നു അയ്യോ FTS വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കുമല്ലോ, ഇത്രയും എമൗണ്ട് നമ്മൾ ലോണിൽ നിന്ന് വീണ്ടും ന്യൂസിലൻഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ലിവിങ് എക്സ്പെൻസ് ആയിട്ട് എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ FTS ട്രാൻസ്ഫർ ചെയ്തത് വളരെ ഉപകാരപ്രദമാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. FTS നമ്മളൊരു 10 ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്ക് നാട്ടിൽ നിന്ന് ന്യൂസിലൻഡിൽ എത്തുന്നതിനേക്കാളും മുമ്പ് ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് നമ്മുടെ ബാങ്കിങ്ങിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോർമാലിറ്റീസ് എല്ലാം ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് ഓരോ മാസം ആ ടോട്ടൽ FTS കുറച്ചൊരു ഫിക്സഡ് എമൗണ്ട് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. സോ എല്ലാ മാസത്തിലും ഇങ്ങനൊരു എമൗണ്ട് നമ്മുടെ കൈ കിട്ടുമ്പോൾ ഇനീഷ്യൽ ടൈമിൽ നമുക്ക് പാർട്ട് ടൈം ഒന്നും കിട്ടാണ്ടിരിക്കുന്ന സമയത്ത് റെൻറ്റിൻ്റെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാനും നമുക്ക് സാധനങ്ങൾ മേടിക്കാനും അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈവൻ ട്രാൻസ്പോർട്ടേഷന് വരെ നമുക്ക് കുറച്ചും കൂടി ഉപകാരപ്രദമാകും. അതുകൊണ്ട് FTS എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഡിപ്പെൻഡ് ഓൺ സ്റ്റുഡൻസ് ആണ് അവരത് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുക. ഇനി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റുഡൻറ്റ് ഇവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ന്യൂസിലൻഡ് ഗവൺമെൻറ് നമുക്ക് അലൗ ചെയ്യുന്ന ഒരു പീരീഡാണ് ഈ സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത്. സോ ആ സ്റ്റേ ബാക്ക് പീരീഡിനുള്ളിൽ നമുക്കൊരു ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. ആ പീരീഡിനുള്ളിൽ നമ്മുടെ പഠിച്ച ഫീൽഡായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീൽഡായിട്ടുള്ള ഒരു ജോലി കണ്ടുപിടിച്ച് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് അവർ ഒഫീഷ്യലി അലൗ ചെയ്യുന്ന ഒരു ടൈമാണ് ഈ സ്റ്റേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ ലെവല്, പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ, നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ്, ഈ 3 കാറ്റഗറിയുടെ ബേസിലാണ് എത്ര വർഷമാണ് നമുക്കൊരു പോസ്റ്റ് സ്റ്റഡി അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ കോഴ്സിനും എന്ന് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ട 1 to 10 ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ 1 to 10 ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ്റെ ബേസിലാണ് ഈ പോസ്റ്റ് സ്റ്റഡി പെർമിറ്റ് നമുക്ക് കിട്ടുന്നത്. സോ ഇതിൻ്റെ ടൈം നമുക്ക് എത്ര വർഷം പോസ്റ്റ് സ്റ്റഡി ആയിട്ട് കിട്ടും അല്ലെങ്കിൽ എത്ര വർഷം നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടും എന്ന് ഡിസൈഡ് ചെയ്യണത് നമ്മുടെ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോർമലി ഇവിടുത്തെ ഗവൺമെൻറ് 1 year to 3 years ആണ് സ്റ്റേ ബാക്ക് പീരീഡായിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ലെവൽ 9 ആൻഡ് ലെവൽ 10 കോഴ്സ് എടുത്തേക്കുന്ന ഒരു സ്റ്റുഡൻസിന് മാത്രമാണ് നമുക്ക് ആ സ്റ്റുഡൻറ്റിൻ്റെ സ്പൗസിനെ നാട്ടിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്പൗസിനെയും ന്യൂസിലൻഡിലേക്ക് നമ്മുടെ ഒപ്പം തന്നെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റായിട്ടും ലെവൽ 9 അല്ലെങ്കിൽ ലെവൽ 10 ഒരു കോഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഈ ഇയർ ഗ്യാപ്പ് ഒരു പ്രശ്നമാവോ എന്നുള്ളത്. ഇയർ ഗ്യാപ്പ് ഒരു പ്രശ്നമാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രശ്നമാവും അൺലെസ് ആൻഡ് അണ്ടിൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആ ഗ്യാപ്പ് പീരീഡിന് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ എമർജൻസി കൊണ്ട് 2 years 3 years നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നു. പക്ഷെ ആ 3 years ഇന്ന ഇഷ്യൂ കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്, ഞാൻ അടുത്ത കോഴ്സ് പഠിക്കാതിരുന്നതും ജോലിക്ക് പോവാണ്ടിരുന്നതും ഈ ഒരു റീസൺ കൊണ്ടാണെന്ന് ക്ലിയർ ആയിട്ട് നമുക്കൊരു എക്സ്പ്ലനേഷൻ വിത്ത് എവിഡൻസ് ആയിട്ട് നമുക്ക് വിസ ഫയൽ ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏജ് ഗ്യാപ്പ് ഒരു പ്രശ്നമേ അല്ല. പിന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഒരു 18 തുടങ്ങി ഒരു 24 വയസ്സ് വരെയുള്ള ആളുകൾ മാത്രമല്ല നമ്മുടെ കോളേജിൽ പഠിക്കാം. ചിലപ്പോൾ 18 വയസ്സ് തുടങ്ങി 45 വയസ്സ് വരെയുള്ള ആൾക്കാർ വരെ നമ്മുടെ കൂടെ പഠിക്കാം. ഇപ്പോൾ എൻ്റെ ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുവാണ്, എൻ്റെ കൂടെ അത്യാവശ്യം ഏജ് കുറഞ്ഞ ആൾക്കാരും ഉണ്ട്. അതായത് ജസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് അടുത്ത ഇയർ തന്നെ മാസ്റ്റേഴ്സ് ചൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്.
20-22 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ് ഫീൽഡിൽ സ്പെഷ്യലൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് പല പല കൺട്രിയിൽ നിന്ന്. പിന്നെ എപ്പോഴും ആളുകൾ ചോദിക്കുന്ന വേറൊരു ഡൗട്ടാണ് പാർട്ട് ടൈം. സോ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് ന്യൂസിലൻഡിൽ നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 20 hours ആണ് വീക്കിലി നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് ഏത് ജോലി വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. വിത്തൗട്ട് എനി കണ്ടീഷൻ 20 hours വീക്കിലി നമുക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വെക്കേഷൻ ഉള്ള ഒരു കോഴ്സാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് നിങ്ങളുടെ സമ്മർ വെക്കേഷനോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് വെക്കേഷൻ്റെ ടൈമിലോ നിങ്ങൾക്ക് 20 hours കൂടുതൽ, അതായത് മാക്സിമം 40 hours വരെ ഒരു സ്റ്റുഡൻറ്റിന് ഇവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഫുൾ ടൈം കോഴ്സ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ മിനിമം 30 weeks എങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം മിനിമം 30 weeks ഇല്ലാത്ത ഏത് കോഴ്സാണെങ്കിലും ആ കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻറ്റിന് പോസ്റ്റ് സ്റ്റഡിക്ക് എലിജിബിൾ ആവണമെന്നില്ല. സോ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ 8 മാസത്തെയോ അല്ലെങ്കിൽ 12 മാസത്തെയോ അല്ലെങ്കിൽ 2 വർഷത്തെ കോഴ്സ് എടുത്താലും എപ്പോഴും ഫുൾ ടൈം ആയിട്ട് അറ്റ്ലീസ്റ്റ് 30 week നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ സ്പെൻഡ് ചെയ്യാൻ പാകത്തിനുള്ള കോഴ്സ് എടുത്താൽ മാത്രമാണ് നമുക്ക് പോസ്റ്റ് സ്റ്റഡിക്ക് എലിജിബിൾ ആവുള്ളൂ. നാട്ടിൽ നിന്ന് എബ്രോഡ് സ്റ്റഡി നോക്കുന്ന എല്ലാ ആൾക്കാരും ആ പർട്ടിക്കുലർ കൺട്രിയിൽ സെറ്റിൽ ആവണം എന്നുള്ള ഇൻഡയറക്റ്റ് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. സോ ഈ PR ഒക്കെ കിട്ടി ഇവിടെ സെറ്റിൽ ആവണം എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ന്യൂസിലൻഡിൽ PR കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഡൗട്ടുള്ള പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ശരിക്കും പോയിന്റ് സിസ്റ്റത്തിൻ്റെ ബേസിലാണ് PR-ന് അപ്ലൈ ചെയ്യുന്നത്. സോ ഒരു സ്റ്റുഡൻറ്റിന് ഒരാൾക്ക് ഏതെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു 6 points കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെർമനൻറ്റ് റെസിഡൻസിക്ക് ഇടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ PhD കംപ്ലീറ്റ് ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ഡയറക്റ്റ്ലി 6 points കിട്ടും. ആൻഡ് അവർക്ക് ഡയറക്റ്റ്ലി PR-ന് ഇടാനായിട്ടും പറ്റും. ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ കേസിൽ നമുക്ക് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഈ പോയിന്റ് നമുക്ക് 5 ആണ് കിട്ടുന്നത്. ഇനി നമുക്കൊരു അഡീഷണൽ 1 point കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിന് സർട്ടൈൻ കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് PR-ന് ഇടാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ഓരോ കോഴ്സിനും അതിന് ഈക്വലായിട്ട് ഓരോ പോയിന്റുകൾ ഉണ്ടാവും. സോ 6 points ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് PR-ന് ഇടാൻ പറ്റത്തുള്ളൂ. സോ അതിൻ്റെ കുറച്ച് കണ്ടീഷൻസ് വേറെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സമയക്കുറവുകൊണ്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞൊപ്പിച്ചത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് സെയിം ടൈം പാർട്ട് ടൈമിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. കാരണം ഒരുപാട് സ്റ്റുഡൻസ് പാർട്ട് ടൈം പ്രതീക്ഷിച്ചാണ് നാട്ടിൽ നിന്ന് ഇവിടേക്ക് കയറി വരുന്നത്. സോ ഇവിടുത്തെ ഒരു റിയാലിറ്റി എന്താണെന്നൊക്കെ നമ്മൾ അറിയണം കയറി വരുന്നതിന് മുൻപ്. പാർട്ട് ടൈമിൻ്റെ കേസും കൂടിയും ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വളരെ ലെങ്തി ആയിട്ട് പോകും. സോ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ ബൈ.